ക്ഷണിക്കണമെന്ന് ഈ സത്യഭാമിക്ക് തോന്നുമെങ്കിൽ വിളിക്കും. അപ്പ വന്ന് വയറ് നിറച്ച് കഴിച്ചിട്ട് വായും പൂട്ടി പൊയ്ക്കോണം. നിനക്ക് വിളിക്കണോന്ന് തോന്നിയാ തന്നെ വസുമതിക്ക് വരവ് ബുദ്ധിമുട്ടാവുമല്ലോ സത്യഭാമേ. നിന്റെ മകൻ വിഷ്ണുവിനൊപ്പം എന്റെ മകൻ അർജുനന് നടക്കുക രണ്ടാം കല്യാണം. നിന്റെ മകന്റെ വിവാഹ തീയതി മുഹൂർത്തം പറയേ. അതേ മുഹൂർത്തത്തിൽ തന്നെ നടത്തണം എനിക്ക് അർജുന്റെ കല്യാണവും. വസുമതി, അകത്തേക്ക് വരൂ, നമുക്കിരുന്ന് സംസാരിക്കാം. രാഘവേട്ടനോട് എനിക്ക് ബഹുമാനേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ കൺമുന്നിലല്ലേ രാഘവേട്ട ഈ അനീതി അന്യായമൊക്കെ നടക്കുന്നത്? പറ അല്ലേന്ന്. എന്തനീതി, എന്തന്യായമാ? സത്യഭാമയുടെ വീട്ടിൽ കയറി വന്നു നിന്ന നീ വായി തോന്നുന്നത് പൊലുമുതെന്ന് ഓർത്തോണം. എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞെങ്കിലും അവനൊരു കുടുംബജീവിതം ഇല്ല. അവന് ഞാൻ രണ്ടാം കല്യാണം നടത്താൻ തുനിഞ്ഞപ്പോ നീയല്ലേ വന്ന് തടഞ്ഞത്? അതേസമയം നിന്റെ മകന് രണ്ടാം കല്യാണം ആവാം. നിനക്കൊരു നീതിയും എനിക്കൊരു നീതിയോ? വസുമതി ജീവിക്കുന്നതേ വെള്ളരിക്ക പട്ടണത്തിലല്ല. നിന്റെ മകന്റെ രണ്ടാം വിവാഹം ഞാൻ തടഞ്ഞത് എന്തിനാണെന്ന് അറിയണോ അല്ലേ? അവന്റെ ഭാര്യ ഈ നിൽക്കുന്ന എന്റെ മകളായതുകൊണ്ട്. അതെന്താ ഭാമേ, ശാലിനി ഇന്നലത്തെ മഴയ്ക്ക് കുരുത്ത തകരയാണോ? അവൾക്കും ഇല്ലേ ഒരമ്മ? ശാരദാമ്മയോട് നീ എന്ത് സമാധാനം പറയും? ശാലിനി ഒഴിവാക്കി വിടുന്നെങ്കിലേ അതിനുള്ള ന്യായമുണ്ട്. എടുത്ത് കാണിക്കാൻഡി. ബന്ധം ഒഴിയാൻ സമ്മതമാണെന്ന് പറഞ്ഞ് അവൾ ഒപ്പിട്ട ആ ഡിവോഴ്സ് പെറ്റീഷൻ. നീ ആരടി വസുമതിയുടെ മുന്നിൽ വന്ന് ചലയ്ക്കാൻ? നീ പറയുന്നത് വേദവാക്യമാക്കി പൂച്ചക്കുഞ്ഞിനെ പോലെ പുന്നാരിക്കുന്ന സത്യഭാമയല്ല നിന്റെ മുന്നിൽ ഓർമ്മ വേണം. ആവശ്യമില്ലാത്തടത്ത് അനാവശ്യമായ കമന്റ് പറഞ്ഞാൽ അടിച്ച് കരണം പോയിക്കും ഞാൻ. വസുമതി, വെറുതെ ശബ്ദം വരുത്തണ്ട സത്യഭാമേ. ന്യായം എന്റെ ഭാഗത്താ. അല്ലെങ്കിൽ അവൻ പറയട്ടെ ശാലിനെ ഒഴിവാക്കാനുള്ള കാരണം എന്താണെന്ന്. വിഷ്ണു, ഇവൾക്കൊന്നും മറുപടി കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ല. അതിന് തരാൻ മറുപടി ഉണ്ടായിട്ട് വേണ്ടേ സത്യഭാമേ? ഇവിടെ നടന്നത് എന്താണെന്നൊക്കെ ഞാൻ ഊഹിച്ചു. ഇവൾക്കും വിഷ്ണുവിനും വേണ്ടി നീ ഒരുക്കിയ വിവാഹ മണ്ഡപത്തിൽ ഞാനും ഉണ്ടായിരുന്നതല്ലേ. അന്നേ നിനക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല ശാലിനിയെ. കെട്ടുകഴിഞ്ഞതിന്റെ തൊട്ട് പിന്നാലെ അവളുടെ കഴുത്തിലെ താലിമാല പൊട്ടിക്കാൻ ഒരുങ്ങിയതാ ഈ നിൽക്കുന്ന പെണ്ണ്. നിങ്ങൾ അതിനൊരു അവസരത്തിന് വേണ്ടി കാത്തു. വാഴനാരന്റെ ബലമുള്ള നട്ടലുള്ള ഇവൻ അതിന് വഴങ്ങിത്തരുകയും ചെയ്തു. പിന്നെ ഡിവോഴ്സ് പെറ്റീഷനിലെ ഒപ്പിന്റെ കാര്യം. ചെറിയൊരു ഹോട്ടൽ നടത്തി ജീവിക്കുന്ന ശാരദാമ്മയുടെ മകളുടെ അടുത്ത് നിന്നും അതൊക്കെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ സർവപ്രതാപിയായ സത്യഭാമയ്ക്ക്. ഇതുപോലുള്ളൊരു രാവണൻകോട്ടയിൽ വന്നുപെട്ട ഒരു പാവം പെണ്ണിനെ ഒറ്റപ്പെടുത്താനും ഒറ്റുകൊടുക്കാനും നിങ്ങളെപ്പോലൊരു ബുദ്ധിരാക്ഷസി വിചാരിച്ചാൽ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാക്കാൻ സത്യഭാമേ.
മക്കളുടെ അടുത്ത് ഒരു അമ്മ പ്രയോഗിക്കുന്ന ആയുധത്തെക്കുറിച്ച് സർവബോധ്യം ഉണ്ടെനിക്ക്. നീ അങ്ങനെ തന്നെയാണെന്ന് അങ്ങ് വിചാരിച്ചോ? നിനക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാ അതങ്ങ് ചെയ്യ നീ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നേരത്തെ പറഞ്ഞില്ലേ സത്യഭാമേ? അത് ഔദ്യോഗികമായി ഒന്ന് അറിയിക്കാൻ വന്നതാ. അമ്മയപ്പ പോട്ടെ മോളെ. ഉണ്ടിട്ട് പോകാം. ആ ഒരില ചോറ് പൊതിഞ്ഞു കെട്ടിക്കൊടുത്ത് നിന്റെ മകൾ പ്രീതി അങ്ങോട്ട് അയക്കി സത്യഭാമേ. ഈ നശൂലത്തിന്റെ കഴുത്തിൽ താലി കയറുന്ന ആ നിമിഷം തന്നെ സ്വന്തം കഴുത്തിലെ താലിയൊറ്റ വീഴുന്നതിന് സാക്ഷിയാവട്ടെ ഇവിടെ. പിന്നെ കറികൾക്കേ ഉപ്പ് വേണമെന്ന് നിർബന്ധമില്ല. കണ്ണീരുണ്ടാവുമല്ലോ കൂട്ടിന്. അവര് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കോ? മോള് പേടിക്കണ്ട, അവരൊരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാൻ ഈ ഭാമാന്റിക്ക് അറിയാം. ഈ ഓലപ്പാമ്പിനെ കണ്ട് വിരളാതെ മോള് പോയി ഫ്രണ്ട്സിനൊപ്പം അടിച്ചു പൊളിക്ക്. ഭാമേ, നീ എന്താ ചെയ്യുന്നത് നീ അറിയുന്നില്ല. മകന്റെ മാത്രമല്ല, സ്വന്തം മകളുടെ ജീവിതം കൂടി തകർക്കാൻ പോവാ നീ.
ദേവി, വിഷ്ണുവേട്ടനെ നിന്നെ അകറ്റല്ലേ. ചോക്ക് മലയിലിരുന്ന ആള് ചോക്ക് അന്വേഷിച്ചു പോയെന്ന് പറയുന്നത് പോലെ ആ സ്നേഹം ഒന്ന് തിരിച്ചറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഞാൻ. ഹൃദയവാതിലുകൾ പൂർണ്ണമായും തുറന്നിട്ടിട്ടില്ല. എന്നിട്ടും ആ സ്നേഹത്തിരകളക്കത്തിൽ പലപ്പോഴും അടിപതറി. ഇനിയും ആ സ്നേഹം, ആ മനസ്സ് മറ്റാർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യ. വിഷ്ണുവേട്ടൻ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി ചാർത്തുന്നത് സങ്കല്പിക്കാൻ പോലും ആവില്ല എനിക്ക്. പക്ഷെ ഞാൻ കാരണം തന്നെ അതിനുള്ള സാഹചര്യം ഒരുങ്ങിയത്. ഞാൻ സത്യം തുറന്നു പറഞ്ഞ ഇതെല്ലാം ആ നിമിഷം അവസാനിക്കും. പക്ഷെ അർജുനേട്ടന്റെയും പ്രീതിയുടെയും കുഞ്ഞ്, അർജുനേട്ടനോടുള്ള പക കൊണ്ട് ആ കുഞ്ഞിന്റെ ജീവൻ ഞെരിച്ചു കളയാൻ ഒരു നിമിഷം മതിയാവും സത്യാമ്മയ്ക്ക്. അതെനിക്ക് അനുവദിക്കാനാവില്ല ദേവി. ഈ അഗ്നിപരീക്ഷ താണ്ടാനുള്ള കരുത്ത് എനിക്ക് തരണേ ദേവി. എന്താടി അമ്പലത്തില് ചുമ്മാ ബോറ് പരിപാടി. പാർട്ടിയിൽ നമ്മൾ അടിച്ചു പൊളിച്ചതിന്റെ സകല ത്രില്ലും പോയി കിട്ടും. ചെയ്ത പാപങ്ങളൊക്കെ എവിടെങ്കിലും കൊണ്ട് കഴുകി കളയണ്ടേടി. രോഹിത്തിന്റെ കാര്യമാണോ നീ ഉദ്ദേശിച്ചത്? രോഹിത്തോ? ആ, നീ ഇത്ര പെട്ടെന്ന് മറന്നു കളഞ്ഞോ? മിണ്ടി പോരുത്. ആ പേരിന് നിന്റെ നാവിന്ന് കേട്ടാ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയും ഞാൻ. സോറി സുസ്മിതേ, നിങ്ങൾ തമ്മിൽ ഇത്രയും അകന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. മര്യാദയ്ക്ക് വാ. ദേ നോക്ക്, ഇവിടെ ഇവള് ശകുനം മുടക്കി. ഞാനൊന്ന് കയറി മുട്ടിയാലോ? നോക്ക്. ശാലിനി, ഓർമ്മയുണ്ടോ? മറക്കാൻ പറ്റുമോ? ആ നിക്കുന്നേ, ഞാൻ വന്നിട്ടുണ്ട് കുടുംബശ്രീ ഹോട്ടലില്. എനിക്കൊരു സഹായം വേണമായിരുന്നു. അടുത്ത ദിവസം എന്റെ ഫ്രണ്ടിന്റെ മാരേജാ. അതിന്റെ വെച്ച് വിളമ്പല് കുടുംബശ്രീക്കാരെ ഏറ്റെടുക്കുമെന്ന് അറിയാൻ വേണ്ടിയാ. എനിക്കത് അമ്മയോട് ചോദിക്കണം. നിക്കേ, ശാരദാമ്മയോട് ചോദിച്ചാ വേണ്ടെന്ന് പറയില്ല. ശാരദാമ്മയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ദാ അവിടെ നിപ്പുണ്ട്. എന്താടി, വെച്ച് വിളമ്പൽ ഏറ്റെടുത്തോ ഇവള്? ആ, വെച്ച് വിളമ്പാനും ഇലയെടുക്കാനും മാത്രമല്ല, ഇലവടിച്ച് നക്കാനും നിൽക്കും ഇവളും ഇവളുടെ വീട്ടുകാരും. അതാ കുടുംബം. വിഷ്ണുവേട്ടന്റെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറിയ അട്ട തോണ്ടിയെടുത്ത് കളയാൻ ഞാൻ കുറേ പാടുപെട്ടു. പക്ഷേ ലോകനീതി ഉണ്ടല്ലോ, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാലേ കിടക്കില്ലത്. അത് വീണ്ടും പൊട്ടക്കുളത്തിലേക്ക്. സിവിൽ സർവീസ് കൊതിച്ചു നടക്കുന്ന ശാലിനിയുടെയും ഗതി അത് തന്നെയാ. ഇവൾക്കുള്ള സിവിൽ സർവീസ് എന്ന് പറയുന്നതേ എച്ചിലെല്ലാം എടുക്കുന്നത് തന്നെ. നീ വാടി. എന്താടി? ഇത്രയുള്ളൂ സുസ്മിതേ നീ.
ഞാനൊന്ന് ഞൊടിച്ച അവിടെ നിൽക്കും. ഇപ്പോഴും സുസ്മിതയ്ക്ക് മേലെ തന്നെയാ ശാലിനി. പിന്നെ ചായക്കടക്കാരിയുടെ മോളെന്ന ലേബല് ഞാനങ്ങ് മാറ്റി. സത്യഭാമയുടെ മകൻ വിഷ്ണുവിന്റെ ഭാര്യ. നീ ആക്രിക്കടക്കാരന്റെ കൊച്ചുമോള്. ആക്രിക്കടയോ? എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവാ വിഷ്ണുവേട്ടൻ. എന്നിട്ടും എന്ത് കണ്ടിട്ടാടി നീ? ദേ അവിടെ ആ ശ്രീകോവിലിനുള്ളിലിരിക്കുന്നത് കല്ലല്ലാന്നുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കില്ല സുസ്മിത. എല്ലാ സത്യങ്ങളും അറിയുന്ന ദേവി അവിടെ ഇരിക്കുന്നതെങ്കിൽ ശാലിനിയുടെ മനസ്സ് കാണും. അത് തന്നെയാ എന്റെ ഉറപ്പും. പിന്നെ ഡിവോഴ്സ് പെറ്റീഷനിലെ ഒരു ഒപ്പുകൊണ്ടൊന്നും വിടർത്താവുന്നതല്ല ഞാനും വിഷ്ണുവേട്ടനും തമ്മിലുള്ള ബന്ധം. നീ ഇപ്പൊ ചെല്ല്. ചെയ്ത പാപങ്ങൾക്ക് മാത്രമല്ല, ചെയ്യാനായിട്ട് മനസ്സിൽ ഉദ്ദേശിക്കുന്ന പാപങ്ങൾക്ക് കൂടി മാപ്പിരക്ക. അല്ലെങ്കിൽ ശിക്ഷ ഭീകരമായിരിക്കും. വൈദ്യര് ഒരുതരം കളനാശിനിയാണ് കഷായത്തിൽ ചേർത്തിരിക്കുന്നത്. കൃഷിയിടത്തിലെ പുല്ലും കളയുമൊക്കെ എളുപ്പം നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് പോലൊരു സംഭവം. നേർപ്പിക്കാതെ കുടിച്ചാൽ ആസിഡ് കുടിച്ച പോലുണ്ടാകും. പൊള്ളലും വയറുവേദനയും ഛർദിയും ഉറപ്പ്. ഇതിപ്പോ കഷായത്തിൽ ചേർത്തത് കൊണ്ടാണ് ആ രൂക്ഷഗന്ധം പോലും അറിയാതെ പോയത്. വൈദ്യര് ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്? ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. രോഗിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ നാളെ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താൻ ഇടവരരുത്. അതുകൊണ്ടാ. വൈദ്യര് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഗോപാലേട്ടന്റെ ആപത്ത് മാറണം, എനിക്ക് അത്രേ ഉള്ളൂ. അല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതിവേഗം ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന കീടനാശിനിയാണിത്. കരളിന്റെയും വൃക്കകളുടെയും ഹൃദയത്തിന്റെയും ഒക്കെ പ്രവർത്തനം പെട്ടെന്ന് തകരാറിലാകും അത് ഉള്ളിൽ ചെന്നാൽ. അയ്യോ വൈദ്യര്, ഇനി അധികമൊന്നും ഞാൻ പറയുന്നില്ല. ആളുടെ ജീവൻ പിടിച്ചു നിർത്താൻ വലിയ പ്രയാസമാണെന്നർത്ഥം. അപ്പൊ ചികിത്സയൊന്നും ഇല്ലെന്നാണോ വൈദ്യര് പറയുന്നത്? എളുപ്പത്തിലൊരു മറുമരുന്നില്ല, അതാണ് പ്രശ്നം.
താലി കാക്കാൻ കനിവുണ്ടാവണം വൈദ്യരെ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഈ ജീവന്റെ കൂടെ എന്റെ ജീവനും പോകും. കുട്ടികൾ